ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ UAE ട്രിപ്പിൻ്റെ ഡേ 7 ആണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ദിവസം പോയത് വിങ്സ് ഓഫ് മെക്സിക്കോയിലും കസറൽ വത്തനിലും അതുപോലെ ഷെയ്ഖ് സെയ്ദ് ഗ്രാൻഡ് മോസ്കിലുമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് കസറൽ വത്തനാണ്. കാരണം മൊത്തം കാണിക്കുന്ന വീഡിയോ ഒത്തിരി ലെങ്തി ആവും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇത് വിങ്സ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്. അപ്പോൾ ആക്ച്വലി അവിടെ ഒത്തിരി നമുക്ക് കാണാനോ അങ്ങനെയൊന്നുമില്ല. അതെന്ന് പറയുന്ന ഒരു സ്കൾപ്ചറാണ്, ഒരു വിങ്സിൻ്റെ ഷേപ്പുള്ള ഒരു സ്കൾപ്ചറാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കിൽ ബുർജ് ഖലീഫ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബുർജ് ഖലീഫയുടെ വ്യൂ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടാനായിട്ടാണ് ഇവിടെ വന്നെല്ലാവരും ഫോട്ടോ എടുക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിങ് ഷേപ്പുള്ള സ്കൾപ്ചറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ബുർജ് ഖലീഫയും വരും. അപ്പോൾ നമുക്ക് ബുർജ് ഖലീഫയിൽ പോകാൻ പറ്റാത്തവർക്കൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ടും ഒക്കെ പറ്റുന്ന ഒരു പ്ലേസാണിത്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ബുർജ് ഖലീഫയുടെ ഉള്ളിൽ പോയായിരുന്നു, ബുർജ് ഖലീഫയൊക്കെ കണ്ടായിരുന്നു. പക്ഷേ നൈറ്റ് ടൈമിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാനോ അങ്ങനെയൊന്നും സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പോകുമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു വിങ്സ് ഓഫ് മെക്സിക്കോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിങ്സ് ഷേപ്പുള്ള സ്കൾപ്ചർ ഉണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിൽ അതൊരു ഫ്രെയിം പോലെയാണ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് ബാക്കിൽ നമുക്ക് ബുർജ് ഖലീഫയും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ ബാക്ക്ഗ്രൗണ്ടിൽ ബുർജ് ഖലീഫയുടെ ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അധികം ഫോട്ടോ എടുക്കാനായിട്ടൊന്നും അവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ഉള്ള ആൾക്കാരൊക്കെ ആക്ച്വലി ഓൾറെഡി ഫോട്ടോ എടുത്തെടുത്തെടുത്ത് മടുത്തിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഒരു കപ്പിൾസ് വന്ന് അവർ ഫോട്ടോ എടുത്തു. അല്ലാണ്ട് അവിടെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഡെയിലി അവിടെ സെറ്റിൽഡ് ആയവർക്ക് ഡെയിലി അതിൽ പാസ് ചെയ്ത് പോകുന്നവർക്കൊക്കെ പിന്നെ എപ്പോഴും വന്ന് ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഖസർ അൽ വത്തനിലാണ്. അപ്പോൾ ഈ ഒരു ഖസർ അൽ വത്തൻ സിറ്റുവേറ്റ് ചെയ്യുന്ന അബുദാബിയിലാണ്. അപ്പോൾ ഞങ്ങൾ ദുബായിൽ നിന്ന് നേരെ അബുദാബിയിലാണ് പോയത്. അപ്പോൾ ഈ ഒരു ഖസർ അൽ വത്തൻ എന്ന് പറഞ്ഞ ഒരു പ്രസിഡൻഷ്യൽ പാലസാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് 2 ദിവസമെങ്കിലും അബുദാബിയിൽ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ലിമിറ്റഡ് ടൈം ആയിരുന്നു. കാരണം നമുക്ക് ദുബായിൽ ഒത്തിരി കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ അധികം അതായത് 2 ദിവസം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഡേ 1 കൊണ്ട് തന്നെ നമ്മൾ കണ്ടു തീർക്കുകയാണ് ചെയ്തത്. കണ്ടു തീർക്കുക എന്ന് പറഞ്ഞാൽ ആകെ 2 പ്ലേസിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഖസർ അൽ വത്തനിൽ ഞാൻ ചുമ്മാ ഒരു ഗൂഗിളിൽ നോക്കി. ഇപ്പോൾ നമ്മൾ അബുദാബിയിൽ പോകുന്നിടത്ത് എവിടെ പോകണമെന്ന് നമ്മളിങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ വേറെ കുറേ കാര്യങ്ങൾ പോകാനുണ്ട്. പക്ഷേ അവിടെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുള്ള് പോകണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു മോസ്കിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എൻ്റെ അനിയൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അബുദാബിയിലാണ്. ഇപ്പോൾ അവൻ ദുബായിലാണ്. അവൻ അബുദാബിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മോസ്കിൽ പോയപ്പോൾ ഫോട്ടോ അയച്ചപ്പോൾ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ മോസ്കും അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊരു ഈ ഖസർ അൽ വത്തനും ഞാൻ സെർച്ച് ചെയ്തെടുത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഖസർ അൽ വത്തൻ കാണുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ബസ്സിൽ അവർ ഫസ്റ്റ് കയറ്റും. നമ്മൾ ലൈൻ നിന്ന് കയറിയിട്ട് പിന്നെ ഒരു ബസ്സിൽ നമ്മളെ കയറ്റും. അപ്പം നമ്മൾ ഈ ഒരു ബസ്സിൽ അവർ ഫുള്ളി പ്രസിഡൻഷ്യൽ പാലസ് ഔട്ട്സൈഡ് വ്യൂ നമുക്ക് കാണിച്ചു തരും. നമുക്ക് ഇതിൻ്റെ ഫുൾ റൗണ്ട് അടിച്ച് ഔട്ട്സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരും. അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഇപ്പോൾ ഇവർ ഈ ബസ്സിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി. അപ്പം നമ്മൾ ഈ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തെല്ലാം ഇവർ ഈ പാലസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇവരതിൽ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബസ്സിലുള്ള ഈ ഒരു ഔട്ട്സൈഡ് ടൂർ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ പാലസിലായിട്ട് പ്രവേശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു പ്രസിഡൻഷ്യൽ പാലസാണ്. അപ്പോൾ നേരത്തെ ഇത് ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 2019 മുതൽ ഇത് പബ്ലിക്കിന് വേണ്ടി ഇത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല. ഇവരുടെ മീറ്റിങ്സ്, ഇവരുടെ ഡിപ്ലോമാറ്റിക് മീറ്റിങ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെ ഒക്കെ ഓഫീസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് എല്ലായിടത്തും നമുക്ക് അക്സസിബിലിറ്റി ഇല്ല. കുറേ ഏരിയാസ് അവർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എമിറേറ്റ്സ് കൾച്ചർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ ആർക്കിടെക്ചർ, ഇന്ത്യയുടെ ഡിസൈൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഗോൾഡുകൾ, അതുപോലെ പല ടൈപ്പുള്ള മെഡലുകൾ, ഇവരുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന വെപ്പൺസ്, അങ്ങനെ പല പല കളക്ഷൻസ് ഉണ്ട്. ഒത്തിരി ഡിഫറെൻറ്റ് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വലിയൊരു ലൈബ്രറി ഉണ്ട്. അതുപോലെ ഇവർ ഓരോ മീറ്റിംഗ് നടത്തുന്ന ഏരിയാസ്, അങ്ങനെ ഇവരുടെ ഓരോരോ പ്രസിഡൻസിൻ്റെ ഓരോ മീറ്റിംഗ് ഏരിയാസ്, അങ്ങനെ പല ഏരിയാസും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു
പാലസിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് വെച്ചാൽ അത്രയ്ക്ക് മനോഹരമായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അത്ര മനോഹരമായിട്ടാണ് അവരത് ബിൽഡ് ചെയ്തേക്കുന്നത്. നമുക്ക് കണ്ണിനൊരു കുളിർമ വരുന്ന കുറച്ചൊരു ആർക്കിടെക്ചറൊക്കെയാണ്. ആക്ച്വലി ഒരു പാലസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഇൻറ്റീരിയർ ഡിസൈൻ കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ ഈ ഒരു ആർക്കിടെക്ചറും സംഭവങ്ങളൊക്കെയാണ്.
നമുക്ക് പക്ഷെ എടുക്കാൻ പറ്റില്ല ഈ വെള്ളത്തിൽ എടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കസർത്താന്ന് എഴുതി. അങ്ങനെ ഞങ്ങൾ ഈ പാലസിലെ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം പിന്നെ തിരിച്ചു പോന്നു. അപ്പം ഞാൻ കാണിച്ചതിന് ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അവരുടെ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. അതുപോലെ കുറേ വീപ്പൺസ്, ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങൾ, അതുപോലെ മെഡൽസ്, ഗോൾഡ്, അങ്ങനെ പല കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കളക്ഷൻസിനേക്കാൾ കൂടുതൽ ഇവരുടെ ഈ ഒരു പാലസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു ആർക്കിടെക്ചറാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഇവർ ഇതുപോലെ തന്നെ തിരിച്ച് നമ്മൾ ബസ്സിലാണ് കൊണ്ടുപോകുന്നത്. ബസ്സിൽ കൊണ്ട് ഇറക്കിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആവാറായിരുന്നു. നല്ല വിശപ്പായിരുന്നു. പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് മോസ്കിൽ പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ പേര് പാൻറ്റനാസ് ചിക്കൻ സംതിങ് ആണ്. എനിക്ക് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിന് ശേഷം ഞങ്ങൾ പോയത് മോസ്കിലേട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലേറ്ററായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.